കർത്താവിന്റെ അതിപരിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 18-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും മറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. വളരെ ചിന്തിച്ച് ആലോചിച്ച് ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഈ വചനം വായിക്കുമ്പോഴാണ് ആത്മാവിൽ നമുക്ക് സന്തോഷം ഉണർത്തിയെടുക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യാൻ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ദൈവവചനം പറയുന്നത് എന്താണ്? വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. അത് ലോകത്തിൽ യഥാർത്ഥ സംഭവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വളരെ സ്നേഹിതന്മാരുള്ള സഹോദരന്മാർ അവസാനം നാശത്തിൽ ചെന്ന് ചാടുന്നത് നമ്മുടെ കണ്ണാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വചനമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയത്തില്ല. എത്ര സഹോദരന്മാരെ അബദ്ധത്തിൽ ചെന്ന് പട്ടുകുഴിക്കകത്ത് ചാടി ജീവിതത്തിൽ കരകയറാൻ കഴിയാതെ തകർന്നു പോയത്, കേസില് അകർക്കപ്പെട്ട് ജീവിതത്തിൽ പുറത്തു വരാൻ കഴിയാതെ ജയിലറുകൾ അടഞ്ഞുപോയി എത്ര പേരാ. അത് തന്നെയാണ് എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, കുടുംബം അല്ലെങ്കിൽ അതാ ഇരുളിലായിപ്പോയി. വളരെ സങ്കടത്തോടെ നമ്മൾ കാണണം. വളരെ സ്നേഹിതന്മാരുള്ള അല്ലെങ്കിൽ മനുഷ്യന് സംഭവിച്ച നാശം ചതിവിലകപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ലേ, എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യം. അതുകൊണ്ട് വളരെ സ്നേഹിതന്മാരുള്ള സ്നേഹിത ശ്രോതാവി വളരെ സൂക്ഷിച്ചോണം കേട്ടോ. അല്ലേറിയ എന്നാൽ ഇവിടെ വചനം പറയുന്നു, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുമുണ്ടെന്ന്. കർത്താവ് പറയാണ്, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുമുണ്ടെന്ന്. പ്രൈസ്. എന്റെ ജീവിത ബന്ധത്തോടനുബന്ധമായി ഞാൻ ചിന്തിച്ച് നിങ്ങളോട് പറഞ്ഞാലും ഞാൻ ഈ ഭാഗത്തൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പ്രൈസലോ, ഒരുപാട് സ്നേഹിതന്മാർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മുഖാന്തരം ഒരുപാട് നാശങ്ങൾ വന്നിട്ടുണ്ട്. അത് മുഖാന്തരം ഞാൻ ലോകത്തിൽ വെറുക്കപ്പെട്ടിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, കളങ്കപ്പെട്ടിട്ടുണ്ട്. ജനത്തിന് എന്നെ വെറുപ്പായി മാറിയിട്ടുണ്ട്. നിയമത്തിന് മുമ്പിൽ ഞാൻ കുറ്റവാളിയായി മാറി പിടിക്കപ്പെട്ടു ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് പറയാനുണ്ട്. പ്രൈസലോ, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. ജീവൻ തരെ തന്നു നമ്മെ സ്നേഹിക്കാൻ പറ്റുന്ന സഹോദരന്മാരെന്നൊക്കെ നമ്മൾ പറയലേ. നമുക്ക് വേണ്ടി ജീവൻ തന്നത് യേശുക്രിസ്തു മാത്രമാണ്. പക്ഷെ നമ്മൾ ചിലരെ കുറിച്ച് ചില ഭൂമി ചെല്ലുക, നമുക്ക് വേണ്ടി ജീവൻ, അങ്ങനെയുള്ള സഹോദരന്മാരുമുണ്ട്. നമ്മളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. അല്ലേലിയ. അപ്പൊ കർത്താവ് നമുക്ക് നല്ലൊരു മുന്നറിയിപ്പാണ് തരുന്നത്. ആ മുന്നറിയിപ്പിനെ നമ്മൾ അവഗണിക്കാതെ യാത്ര കണ്ടുകൊണ്ട് ആ മുന്നറിയിപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. രക്തം ചെയ്യണം. ഇവിടെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു നല്ല പേരാണ് സ്നേഹിതൻ. ലേലിയ, സഹോദരൻ സഹോദരന്റെ അല്ലെങ്കിൽ എന്നാൽ സഹോദരനെക്കാളും പറ്റുള്ള സ്നേഹിതൻ. അപ്പം ദൈവം നമുക്ക് നൽകുന്നതാണ് സ്നേഹിതൻ എന്ന് പറയുന്ന പേര്. പ്രത്യേകിച്ച് യേശുക്രിസ്തു നമ്മുടെ സ്നേഹിതനാണ്. പ്രൈസോ, യേശു നമ്മുടെ സ്നേഹിതനാണ്, ഉറ്റ സ്നേഹിതൻ. കൈവിട്ട് കളയാതെ, വഴിയിൽ ഉപേക്ഷിക്കാതെ, തള്ളിക്കളയാതെ, അനാഥനായി വിടാതെ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന നല്ലൊരു സ്നേഹിതനുണ്ടെങ്കിൽ യേശു കർത്താവാണ്. പ്രൈസോ. കാരണം മനുഷ്യൻ പാപത്തിൽ ജീവിച്ചപ്പോൾ പാപത്തിന് അധീനരായി പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ച് സ്വാതന്ത്ര്യമില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ലോകം ആ മനുഷ്യനെ വെറുത്ത് തള്ളപ്പെട്ട് മാറ്റി നിർത്തിയപ്പോൾ പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ആർക്കും വേണ്ടാതെ കിടന്ന നമ്മയൊക്കെ ആമെ വിളിച്ച് വേർതിരിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം തന്ന അല്ലേലിയ നമ്മെ യേശുവിന്റെ സ്നേഹിതന്മാരാക്കിയെടുത്തു. അല്ലേലിയ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഒരിക്കലും നമ്മെ അനാഥനായി വിടത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ നമ്മെ അനാഥനായി വിടാതെ ഈ കാത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കുന്ന യേശുവാണ്.
ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. അല്ലേ? ഇതും നമ്മുടെ കർത്താവ് എബ്രായ ലേഖനം 13 പറയുന്നുണ്ട്. അപ്പൊ നമ്മെ ഒരിക്കലും അനാഥനായി വിടാതെ, ഉപേക്ഷിച്ച് കളയാതെ, കൈവിട്ട് കളയാതെ, നമ്മെ ചേർത്ത് പിടിച്ച് നമ്മോടുകൂടെ ഒരു സ്നേഹിതനായി നടക്കുന്നവൻ യേശുവാണ്. പ്രൈസലോ. ആ സ്നേഹമാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയേണ്ടത്. ഇപ്പൊ യേശുക്രിസ്തു നമ്മുടെ അടുത്ത സ്നേഹിതനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ഞാൻ എന്റെ സ്നേഹിതന്മാരെന്ന് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മള് 15-ാം അധ്യായം അല്ലെങ്കിൽ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു പിതാവിനോട് കേട്ടതെല്ലാം നമ്മോട് അറിയിച്ചു തന്നതുകൊണ്ട് ഹല്ലേലൂയ. ഇനി നമ്മെ ദാസനെന്ന് വിളിക്കാതെ, ഹല്ലേലൂയ, യേശു നമ്മെ സ്നേഹിതൻ എന്ന് വിളിക്കുക. സ്തോത്രം. ദാസൻ എന്ന് പറയുമ്പോൾ ഒരു അടിമയാണ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ അടിമകളാണ്. പക്ഷെ എങ്കിലും യേശു പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസൻ എന്ന് വിളിക്കത്തില്ല. ഹല്ലേലൂയ. ഇനി നിന്നെ ദാസി എന്ന് ഞാൻ വിളിക്കത്തില്ല. നീ എന്റെ സ്നേഹിതനാണ്, നീ എന്റെ സ്നേഹിതയാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു നല്ല സ്നേഹിതനുണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പിൻകാലങ്ങളിൽ നിൽക്കുന്ന കഴിഞ്ഞുപോയ ദുഃഖങ്ങളെല്ലാം മറന്ന്, സ്തോത്രം, മനസ്സിനൊരു കുളിർമയോടുകൂടി, സന്തോഷത്തോടുകൂടി സ്നേഹിതനായിരിക്കുന്ന യേശുവിനോട് ചേർന്ന് നടക്കാൻ കഴിയും. രണ്ടു കൂട്ടുകാർ ഒന്നിച്ചു കൂടുമ്പോൾ അവർ പരസ്പരം തോളിൽ കൈയിട്ട് യാത്ര ചെയ്യുന്നു. അവർ രണ്ടുപേരും കൈക്ക് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അവർ പങ്കുവെക്കുന്നു. ഒരുവന്റെ വിഷയങ്ങൾ മറ്റൊരാളോട് പറയുന്നു. അങ്ങനെ പരസ്പരം അവരുടെ സങ്കടങ്ങൾ പങ്കുവെച്ച് ആ വിഷയം കേട്ട് പരസ്പരം ആശ്വസിപ്പിച്ച്, പരിഹാരം ഉണ്ട് മോനെ, അല്ലെങ്കിൽ പരിഹാരമുണ്ട് സഹോദര എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആശ്വാസമല്ലേ ഭൂമിയിലെ. അങ്ങനെയുള്ള സാഹചര്യം നമുക്കിവിടെ ലഭിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ സ്നേഹിതനായി നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ വലം കൈപിടിച്ച് നടത്തുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കുവാൻ നമുക്ക് യേശുവിന്റെ അരികെ കഴിയും. നമ്മൾ പറയുന്ന നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒന്നും കൈവിട്ട് കളയാതെ, തള്ളിക്കളയാതെ, അത് പൂർണ്ണമായി ഏറ്റെടുത്ത് നമ്മുടെ സകല പ്രതികൂലത്തിൽ നമ്മെ വിടിവിച്ചു കൊണ്ടുവരുന്നവനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പകരം ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നീ ഒറ്റയ്ക്കായിപ്പോയി, ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥയാണ്, ഞാനൊരു അനാഥനാണ്, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, എനിക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞു തരുവാൻ, ഒരു സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു തരുവാൻ, എന്റെ ഈ സങ്കടങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല എന്ന് പറഞ്ഞ് തേങ്ങരോടെ ഹൃദയം മുട്ടി, അല്ലെങ്കിൽ ഹൃദയം വിങ്ങിപ്പൊട്ടി കരയുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ഭാരപ്പെടേണ്ട. ലോകം നിന്നെ കൈവിടുമ്പോൾ യേശു നിനക്ക് സ്നേഹിതനായുണ്ട്. ഹല്ലേലൂയ. രക്തജയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒന്ന് സ്തോത്രം ചെയ്താണ്. അപ്പൊ യേശു നമുക്ക് സ്നേഹിതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട് എന്നീ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, കുടുംബ ബന്ധം സുദൃഢമായിരിക്കേണ്ടതിന്റെ ആവശ്യകത പഴയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നല്ല സ്നേഹിതനായിരിക്കാൻ കഴിയുന്നതിനേക്കാൾ ആഭികാമ്യം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് ഇവിടെ പറയുക. ഒരു നല്ല സ്നേഹിതനായിട്ടിരിക്കും. കുടുംബബന്ധം നല്ല സുദൃഢമായിട്ട് നിർത്തണം, ഉറപ്പോടുകൂടി നിർത്തണം. ബന്ധങ്ങൾ പിരിയരുത്, ബന്ധങ്ങൾ നശിപ്പിക്കരുത്, ബന്ധങ്ങൾ അവസാനിപ്പിക്കരുത്. കുടുംബബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ പരസ്പരം ഭിന്നതയുണ്ടായ, കലക്കമുണ്ടായ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായ രണ്ടുപേരും അങ്ങനെ ഉണ്ടാകുന്ന പരസ്പരം നന്ദിക്ക് വേണ്ടി പിരിഞ്ഞിരിക്കരുത്. ഒരുവൻ ക്ഷമിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഒരുവൻ ക്ഷമിച്ചാൽ മറ്റവനും ആ ക്ഷമയുണ്ടാകും. അവൻ പറയും, എന്നോട് അവൾ ക്ഷമിച്ചു, അവൻ ക്ഷമിച്ചു, ഞാനും അവനോട് ക്ഷമിക്കുക. അങ്ങനെ രണ്ടുപേരും വീണ്ടും അവരുടെ ബന്ധം പുലർത്താൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു നല്ല സ്നേഹിതനുള്ളത് വളരെ അഭികാമ്യമാണ്. നല്ല സ്നേഹിതൻ, അതേ സ്നേഹിതൻ, നിങ്ങൾക്കൊരു നല്ല സ്നേഹിതൻ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദരൻ, നിങ്ങൾക്ക് നല്ലൊരു സ്നേഹിതൻ ആവശ്യമാണ്.
കാരണം നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിതനെ, നല്ലൊരു സ്നേഹിതയെ നിങ്ങൾക്ക് ആവശ്യമാണ് ഭൂമിയിൽ. പക്ഷേ അവരുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ ചോർത്തിക്കളയും. പ്രേക്ഷകർ, നമുക്കറിയാം, നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ചില ആവശ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോട് പറയാം. ആരോടും പറയരുത്, നീ മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നീ മാത്രമേ അറിയാവുള്ളൂ, മറ്റാരോടും പറയരുത് സഹോദര സഹോദരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല വിഷയങ്ങളും നമ്മൾ പലരോടും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയാം, ആരോടും പറയില്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ലേ, നീ ഇതുവരെ എൻ്റെ കൂടെ നടന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ച വിഷയം ഏറ്റെടുത്തിട്ട് ആ വ്യക്തി മാറിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്തൊരു സ്നേഹിതനെ കാണുമ്പോൾ, അല്ലേലിയ, നമ്മൾ അവരോട് പറയട്ടെ, നീ അറിഞ്ഞോ, അല്ലേലിയ, നീ അറിഞ്ഞോ, എന്താ അവളെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം കേട്ടു, ശരിയാണോ, കണ്ടോ. നമ്മൾ ആരോടും പറയില്ല, നിനക്കെന്നെ അറിയത്തില്ല, നീ എൻ്റെ കൂടെ, നീ എൻ്റെ ചങ്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നടന്ന് അവരുടെ വിഷയങ്ങൾ കൈമാറി, ലേലിയ, അല്പസമയം ആ വ്യക്തി ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളോട് എന്ന് പറയാം. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയില്ല. പക്ഷെ ആ കേട്ട മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ വേറൊരാളോട് ചെന്ന് പറയാ, നിങ്ങൾ അറിഞ്ഞോ? എന്തു പറഞ്ഞു? അയ്യോ, ആ വീട്ടിലെ കൊച്ചിനെ പറ്റി ഇന്നയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. നേരാണോന്ന് അറിയത്തില്ല. അപ്പൊ ആ എത്ര പേര് അങ്ങനെ ഇത് നോട്ടീസ് അടിച്ചടിച്ചു പോകും. പക്ഷെ ഈ ഭൂമിയിലുള്ള സ്നേഹിതയായിരുന്നാലും നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ, നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ നിങ്ങൾ അവരോട് പങ്കുവെച്ചാൽ പിറ്റേ ദിവസം അത് വെളിച്ചത്തിൽ വരും. എന്നാൽ നിങ്ങൾക്ക് നല്ല സ്നേഹിതനായി, നല്ല സുഹൃത്തായി യേശുവിനെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളും മുഴുവൻ നിങ്ങൾ യേശുവിനോട് പറയുന്നെങ്കിൽ ഒരിക്കലും മറ്റൊരാളോട് പറയാതെ, മറ്റൊരു വീട്ടിൽ ചെന്നിരുന്ന് പറയാതെ, മറ്റൊരു സമൂഹത്തിൽ ചെന്നിരുന്ന് പറയാതെ, അത് മുഖാന്തരം നിങ്ങളുടെ ഹൃദയം വീണ്ടും വേദനിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മുഴുവൻ കേട്ടിട്ടും മറുപടി തന്ന ഹല്ലേലൂയ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹിതൻ യേശുവായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹിതൻ യേശുവായിരിക്കണം. ഞാനത് പറയുമ്പോൾ എന്റെ ജീവിതം കൂടെ ഞാൻ പറയാം, ആവർത്തിച്ചു. എന്റെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹിതനുടെ യേശുവാണ്. എന്റെ ഹൃദയത്തിൽ ഒരുപാട് തേങ്ങലുകളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. വളരെ പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, എന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ, എല്ലാ സങ്കടങ്ങളും ഞാൻ പറയുന്നത് യേശുവിനോടാണ്. ഹല്ലേലൂയ. അപ്പൊ എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന അനാഥനായി വിടുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്റെ വലം കൈ പിടിച്ച് നടത്തുന്ന ഹല്ലേലൂയ യേശു ക്രിസ്തു എന്റെ ഉറ്റ സ്നേഹിതനായതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഞാൻ യേശുവിനോട് പങ്കുവെച്ചാൽ ഹല്ലേലൂയ രക്തം ചെയ്യാം. യേശു ആരോടും പറയുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. രക്തം ചെയ്യാം. അത് നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ യേശുവിനോട് മാത്രമേ പറയാവൂ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ യേശു ക്രിസ്തു മാത്രമേ കേൾക്കാൻ തയ്യാറുള്ളൂ. ലോകത്തിൽ നിന്റെ ഹൃദയവേദനകളും ദുഃഖങ്ങളും കേൾക്കുവാൻ മനുഷ്യന് സമയമില്ല. മാത്രമല്ല, അത് കേൾക്കുമ്പോൾ അവർ മൂളിക്കേൾക്കും, പിന്നത്തേതിൽ നിന്നെ പരിഹസിക്കും. എന്നാൽ നമ്മുടെ യേശു നിന്റെ വിഷയങ്ങളെ കേട്ടിട്ട് ഹല്ലേലൂയ അതിന് മറുപടി തരുന്നവനാ. രക്തം ചെയ്യാം. ആയിരങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ, ആയിരക്കണക്കിന് ജനങ്ങളുടെ സാക്ഷി നമ്മൾ നോക്കിയാൽ, യേശുക്രിസ്തുവിനെ സ്നേഹിതനായി ജീവിതത്തിൽ കൂട്ടിയതിനു ശേഷമായി പലരുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി, പലരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറി, അവസ്ഥകൾ മാറി. അവർ ഇന്നലകളിൽ അനുഭവിച്ച വേദനകളെയൊക്കെ മറന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നായി ഓരോന്നായി വിവരിച്ചു പറയാൻ തുടങ്ങിയത്, വിവരിച്ചു പറയുന്നത് ഞാൻ എന്റെ കാതുകൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് നല്ല സ്നേഹിതൻ യേശു കർത്താവ്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുണ്ട് എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ആവശ്യങ്ങളിൽ സഹായിക്കുന്ന സ്നേഹിതനാണ് ഹല്ലേലൂയ യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളോട് ചേർന്ന്, നിങ്ങളെ ഒരു സഹോദരനായി സഹോദരിയായി ചേർത്ത് പിടിച്ച്, നിങ്ങളെ ആ കുടുംബത്തിന്റെ അംഗമായി, അവന്റെ ഒരു അംഗമായി നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹിതൻ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പം പക്ഷേ പല സ്നേഹിതന്മാരും അനുകൂലാവസ്ഥയിൽ സഹായിക്കുന്നവരും പ്രതികൂലാവസ്ഥയിൽ അകന്നു പോകുന്നവരുമാണെന്ന് ഹല്ലേലൂയ നമുക്ക് സദൃശവാക്യം 14:20 വായിച്ചാൽ കാണാൻ കഴിയും.
ചില സ്നേഹിതമായ നിങ്ങളുടെ അനുകൂലാവസ്ഥയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. സ്തോത്രം. നിങ്ങൾക്കൊരു പ്രതികൂലത്തിന്റെ സാഹചര്യം വരുമ്പോൾ, ഒരു പ്രതികൂല അവസ്ഥ വരുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിന്ന, നിങ്ങളുടെ അനുകൂല സാഹചര്യങ്ങളിൽ നിങ്ങളോട് ചേർന്ന് നിന്ന സ്നേഹിതന്മാരൊക്കെ നിങ്ങളെ മറന്നിട്ട് പിന്നത്തേതിൽ അവർ നിങ്ങൾക്ക് പ്രതികൂലമായി മാറും. നിങ്ങളുടെ പ്രതികൂല അവസ്ഥയിൽ നിങ്ങളെ കണ്ടതുപോലെ നടിക്കത്തില്ല. അങ്ങനെയുള്ള നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ അനുഭവിക്കുന്നവരാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഞാനങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാനൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ അനേകർ എന്നോട് വിളിച്ചു പറയാറുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, എനിക്ക് നന്മയുണ്ടായിരുന്നപ്പോൾ, ജോലി ഉണ്ടായിരുന്നപ്പോൾ, പണം ഉണ്ടായിരുന്നപ്പോൾ, എനിക്ക് ഒരുപാട് വലിയ സുഹൃത്തുക്കളുണ്ടായിരുന്നു, സ്നേഹിതന്മാരുണ്ടായിരുന്നു, കുടുംബത്തിലും വലിയ സമൂഹത്തിലും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല അനുകൂലമായ സാഹചര്യമായിരുന്നു. ഞാൻ ഒരുപാട് പേരെ കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നന്മ ചെയ്തിട്ടുണ്ട്. എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ നാശത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, അവർക്ക് ഭാവി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നെനിക്ക് പ്രതികൂലമായ സാഹചര്യം വന്നപ്പോൾ എല്ലാവരും എന്നെ കൈവിട്ട് കളഞ്ഞു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച്. എന്റെ സങ്കടം കേൾക്കുവാൻ ആരുമില്ല. മാത്രമല്ല, എന്റെ അനുകൂലാവസ്ഥയിൽ ഞാൻ പലപ്പോഴും അവരെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രതികൂലാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലെന്ന് എന്നോട് വിലപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള അനവധി സഹോദരന്മാർ ഇന്നും ജീവിക്കുന്നുണ്ട്. രക്തചയം. നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥിതിയൊക്കെ ഉണ്ടോ പ്രിയ സ്നേഹിത? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അങ്ങനെ നിങ്ങൾക്കുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾ കടന്നു പോകാറുണ്ടോ? വളരെ ശാന്തമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം ചിന്തിച്ച് നിങ്ങൾ മനസ്സിരുത്തി അങ്ങ് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ശക്തമായി തൂത്, ലോകം നിന്നെ കൈവിട്ടാലും ബന്ധുവും സ്വന്തക്കാരും ചാർച്ചക്കാരും സമൂഹവും ഒറ്റ ഒരു ഉടയവരും നിന്റെ സ്വന്തം മിത്രങ്ങളും നിന്റെ സുഹൃത്തുക്കളും നിന്റെ സ്നേഹിതന്മാരെല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും നിന്നെ കൈവിട്ട് കളയാതെ നിന്റെ അനുകൂലാവസ്ഥയിലും നിന്റെ പ്രതികൂലാവസ്ഥയിലും നിന്നോട് കൂടെ ഇരുന്ന് ആവശ്യമായ ആലോചന തരുന്നവൻ. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവാണ് നിന്റെ യഥാർത്ഥ സ്നേഹിതൻ. രക്തചയം. നിന്റെ യഥാർത്ഥ സ്നേഹിതരായ യേശു കർത്താവാ. ഹല്ലേലൂയ. ജീവിതം തകർത്ത് കളയരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. മതിയെന്ന് പറഞ്ഞ് ജീവിക്കണ്ട, മരിച്ച മതിയെന്ന് പറഞ്ഞ് നീ സ്വയം തന്നെ നിന്റെ ജീവിതത്തിൽ നാശം വരുത്തി വെക്കരുത്. നീ സ്വയം നിന്റെ ജീവിതത്തെ ശപിക്കരുത്. ഹല്ലേലൂയ. എന്നിട്ട് നീ നിന്റെ കുടുംബം കൂടെ ആത്മഹത്യ ചെയ്ത് എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് പോകാൻ എടുത്ത തീരുമാനത്തെ ഹല്ലേലൂയ നീ മാറ്റിക്കളഞ്ഞിട്ട് അവയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് നിന്നെ സ്നേഹിക്കുവാൻ നല്ലൊരു സ്നേഹിതനുണ്ട്. എന്നെ സ്നേഹിക്കുവാൻ നല്ല സ്നേഹിതനായ യേശുവുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ മാറ്റി എന്റെ താഴ്ചയിൽ തന്നെ ഉയർത്തി എന്നെ മാനിക്കുവാൻ കഴിയുന്നവനാണ് യേശു. യേശുവിന്റെ സ്നേഹിതനാണ് ഞാൻ. യേശുവിനെ എന്റെ സ്നേഹിതനായി എന്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ്, എന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാണ്, എന്റെ പിതാവായി സ്വീകരിക്കുന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നീ യേശുവിനോട് ചേരുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ, നിന്റെ ഭവനത്തിന്റെ, നിന്റെ മക്കളുടെ, നിന്റെ ജോലിയുടെ, നന്മയുടെ, കൃഷിയുടെ, നിന്റെ ബിസിനസിന്റെ സകല ശൂന്യതകളെ മാറ്റിയിട്ട് ദൈവം നിന്നെ സഹായിക്കും. രക്തചയം വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളൊക്കെ തട്ടി ദൈവത്തിന് സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. രക്തചയം. ഹല്ലേലൂയ. അപ്പൊ നിന്നെ സഹായിക്കുവാൻ യേശുവിന് കഴിയുമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, സ്നേഹിതന്മാർ ഹൃദയത്തെ സന്തോഷപ്പെടുത്തുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർ ഹൃദയത്തെ സന്തോഷപ്പെടുത്തുന്നവരായിരിക്കും. ദുഃഖത്തിലും സന്തോഷത്തിലും വേർപിരിയാതിരിക്കും. ഹല്ലേലൂയ. എന്നാൽ പ്രാണസ്നേഹിതൻ തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറായിരിക്കുമെന്നാണ്. ഹല്ലേലൂയ. സ്നേഹിതൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തിലും സങ്കടത്തിലും ദുഃഖവേളകളിലും എല്ലാം നിങ്ങളോട് ഇരുന്ന് നിങ്ങളെ സ്വാധീനിപ്പിക്കും, നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ സന്തോഷ ദുഃഖവേളകളിൽ ആ ഒരു വലിയൊരു സഹായമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, യോഹന്നാന്റെ 15-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഏറെ നാൾ കഴിയും മുമ്പേ ഈ അല്ലൊരു സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണ് 15-ന്റെ
ആമീൻ 13-14 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമീൻ സ്തോത്രം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യേശു പറയാ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ അല്ലേലൂയ സ്തോത്രം ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ലെന്ന്. അപ്പൊ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ തന്നു നമ്മെ സ്നേഹിച്ചവൻ, അല്ലേലൂയ ജീവൻ തന്നു നമ്മെ വീണ്ടെടുത്തവൻ യേശു കർത്താവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട് ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ലോകത്തിൽ തന്നെ, ലോകപരമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് നിങ്ങളുടെ പാപത്തെ കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവഭവനത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റിയെടുത്ത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം തന്ന് നിങ്ങളെ നിറച്ച് നിങ്ങളെ മാനിക്കുവാൻ യേശുക്രിസ്തു അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ്. ഈ ലോകത്തിൽ ആർക്കെങ്കിലും അത് കഴിയുമോ? ലോകം എന്തെങ്കിലും ചോദിക്കാൻ തിരിച്ചു ചോദിക്കത്തില്ലേ? ലോകം എന്തെങ്കിലും പറഞ്ഞ കണക്ക് പറയത്തില്ലേ? ലോകം എന്തെങ്കിലും ചെയ്താൽ അത് പലരോട് പറയും. എന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവം നീ മാത്രമേ അറിയുള്ളൂ. രക്തം ചെയ്യും. യേശു നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് യേശുവും നീയും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയത്തിൻ്റെതായ എല്ലാ വേദനകളും അല്ലേരിയ നീ യേശുവിനോട് പറയണം. രക്തം ചെയ്യും. മാമി, നീ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, സ്വസ്ഥതയോടെ ജീവിക്കുവാൻ നിനക്ക് ഏക ആശ്രയം യേശുക്രിസ്തുവാ. നിനക്ക് വേണ്ടി ജീവൻ തന്നവനാ. അല്ലേരിയ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന നമ്മുടെ 7 ഭൂഖണ്ഡങ്ങൾക്ക് അകത്തുള്ള 700 കോടിയിലധികം ജനത്തെ അല്ലേരിയ വലിപ്പ ചെറുപ്പം നോക്കാതെ അല്ലേരിയ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ പ്രാണസ്നേഹിതനാണ് യേശു കർത്താവ്. അത്രയും സ്നേഹം ഈ ലോകത്തിൽ ആർക്കുമില്ല. പ്രിയ സ്നേഹിതനാണ്. സ്വന്തം ഭാര്യയ്ക്ക് അത്ര സ്നേഹമില്ല, സ്വന്തം ഭർത്താവിന് അത്ര സ്നേഹമില്ല, മാതാപിതാക്കൾക്ക് അത്ര സ്നേഹമില്ല, സഹോദരങ്ങൾക്ക് അത്ര സ്നേഹമില്ല. യേശുവാണ് നമ്മുടെ പ്രാണസ്നേഹിതൻ. യേശുവാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ഭാര്യയ്ക്ക് സ്നേഹം. ഭാര്യ എത്രയോ പേരെ വഞ്ചിച്ചിട്ട് പോയി, ഭർത്താവ് എത്രയോ പേരെ വഞ്ചിച്ചിട്ട് പോയി. മക്കളെ വളർത്തി 10, 18, 19 വയസ്സായിരിക്കും മക്കൾ അപ്പനമ്മമാരെ ഉപേക്ഷിച്ച് പോയില്ലേ? അപ്പനപ്പോ മക്കളെ ഉപേക്ഷിച്ച് കളയുന്നില്ലേ? സ്തോത്ര. ശൈശവത്തിൽ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയി എത്രയോ സംഭവങ്ങളുണ്ട്. അല്ലേലിയ. സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയവരില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെ കാശിന് വിറ്റിട്ടുള്ളവരില്ലേ? അല്ലേലിയ. സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് കൊണ്ടായി അല്ലെങ്കിൽ അത്തിയവറ വെച്ചവരില്ലേ? അല്ലേലിയ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പ്രാണ സ്നേഹിതൻ യേശുവ. നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ, നമ്മളെ ജീവൻ തന്ന് സ്നേഹിച്ചവൻ യേശു കർത്താവ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ജാതി പറയാതെ, മതം പറയാതെ, ഞാനിവിടെ ഹിന്ദുവാണെന്നോ, ഞാനിവിടെ മുസൽമാനാണെന്നോ, ഞാനിവിടെ ക്രൈസ്തവനാണെന്നോ, ഞാനിവിടെ ബുദ്ധമതക്കാരനാണോ, ജൈനമതക്കാരനാണെന്നോ, അല്ലെങ്കിൽ എന്നൊന്നും പറഞ്ഞ് നീ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ചത് യേശു ക്രിസ്തുവാണ് തിരിച്ചറിവ് നിനക്കുണ്ടായിരിക്കണം. രക്തം ജയം. പ്രൈസലോ. ഈ ലോകത്തിലുള്ള സകല ജാതികളും എണ്ണിയാൽ തീരാത്ത പോലെ ജാതികളാണ്. ജനത്തിന് വിവിധ തലങ്ങളിലെ ജനം അവരെല്ലാം സ്നേഹിക്കുന്ന യേശുവ. പ്രാണസ്നേഹിതൻ. ലേരിയ. ജീവൻ തന്നിനെ സ്നേഹിച്ചവൻ. ലേരിയ. അതേ മാതാവേ, പിതാവേ, സഹോദര, നീ കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ കരഞ്ഞ് ഹൃദയം തേങ്ങി സങ്കടപ്പെട്ട് വീർപ്പ് മുട്ടിയിരിക്കുന്നതിന്റെ ദുഃഖ സാഹചര്യമില്ലേ ഇപ്പോൾ നീ കടന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ? അവിടെ നിനക്ക് ജീവൻ തന്ന് നിന്നെ സ്നേഹിച്ച എന്റെ പ്രാണനാഥൻ യേശുവാകട്ടോ. നീ യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലേലിയ, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളെല്ലാം പാടെ മാറിപ്പോകും. അല്ലേലിയ. അത് നിന്നിൽ അകന്നു പോകും. അല്ലേലിയ. കരികിലെ കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ, പേപ്പർ കഷ്ണത്തെ കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അത് എവിടെയോ മറന്നു പോകും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് യേശുവിന് സ്ഥാനം കൊടുക്ക. നല്ല സ്നേഹിതനായി, പ്രാണസ്നേഹിതനായി. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം സഹോദരനെക്കാളും പറ്റുള്ള സ്നേഹിതനായിട്ട്
നിന്റെ യേശു നിനക്കത് കൂടെയുണ്ട് കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് നീ മരിക്കേണ്ടിയവനല്ല, നീ മരിക്കേണ്ടിയവളല്ല, നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല, ആത്മഹത്യ ചെയ്യേണ്ടവളല്ല, നീ ജീവിക്കണം. നിന്നെക്കുറിച്ച് യേശുവിന്റെ പദ്ധതികളും നിന്നെക്കുറിച്ച് യേശുവിന്റെ പ്ലാനുള്ളത് നിന്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തുവാൻ, നിന്നെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ. നീ എവിടെയെല്ലാം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് നിന്നെ 4 പേരുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിന്റെ ഉറ്റ സ്നേഹിതനായിരിക്കുന്ന പ്രാണസ്നേഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും. യേശു അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ യേശുവിന് വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്. ഹല്ലേലൂയ. ലോകം നിന്നെ വെറുത്ത് തള്ളിയേക്കാം, ലോകം നിന്നെ മാറ്റി നിർത്തിയേക്കാം. യേശു ഒരിക്കൽ പോലും നിന്നെ മാറ്റി നിർത്തത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവരാണ് നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, അവരാണ് നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി മാറുന്നവൻ, അവരാണ് നിനക്ക് വേണ്ടിയ ഭാരമേറിയ ക്രൂശിൽ ചുമന്നുകൊണ്ട് ഗത്സമന മുതൽ ഗോൽഗോത്ത വരെ നടന്നവൻ, അവരാണ് നിനക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞവൻ, കൈകാലുകളിൽ കാരിലും ബാണിയാൽ തറയ്ക്കപ്പെട്ടവൻ, കണ്ടാൽ ആളല്ല എന്ന് നൂന്നുമാറ് വിരവുമായി ചാട്ടമാറുകൾ കൊണ്ട് അവന്റെ ശരീരത്തെ ഉഴവുചാല് പോലെ അടിച്ചു കീറിയപ്പോൾ, ക്രൂശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന സമയത്തും അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മുടെ ഉറ്റ സ്നേഹിതനായി പ്രാണസ്നേഹിതനായി നമ്മെ കൈപിടിച്ച് രക്ഷയിലേക്ക് നടത്തിയവൻ യേശുവാണ്. രക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെ ഇന്ന് പോലെ നീ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് നീ ഒറ്റയാണ്, നിരാശപ്പെട്ടു പോയി, സങ്കടപ്പെട്ട് വേദനയുടെ നടുവിൽ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ജീവിതത്തെ തകർത്ത് കളയാതെ, മാനസിക രോഗിയായി മാറാതെ ഹല്ലേലൂയ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശു നിന്നെ സഹായിക്കും പ്രിയരെ. അപ്പം സ്നേഹിതന്മാർ, ഇവിടെ ആദ്യമായി കർത്താവിന്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കപ്പെട്ടവർ അബ്രഹാമിനെയാണ്. ആദ്യമായി കർത്താവിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത് അബ്രഹാമിനെയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഗുരുമൻ കാണുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിക്കായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. നമ്മൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് ദൈവം നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. പിന്നത്തേതിൽ അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അവൻ പേർ പറഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാ. രണ്ടാമതായി മോശ ഒരുത്തൻ അല്ലെങ്കിൽ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചുവെന്ന് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നു. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഹല്ലേലൂയ. കണ്ടോ നമ്മുടെ യേശുവിന്റെ സ്നേഹം കണ്ടോ? അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ കൊടുത്തു. ഹല്ലേലൂയ. മോശയോട് ഒരു സഹോദരനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് യഹോവയായ ദൈവം അഭിമുഖമായി സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ മോശയും അബ്രഹാമിനെയൊക്കെ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് ദൈവത്തിന്റെ സ്നേഹിതനായി പേർ വിളിക്കപ്പെട്ടവൻ അബ്രഹാം. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നു, യഹോവ മോശയോട് സംസാരിച്ചു. മൂന്നാമതായി ശിഷ്യന്മാരെ സ്നേഹിത എന്ന് വിളിച്ച് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഇസ്കരിയോത്ത യൂദാവിനെ പോലും അധികം സ്നേഹത്തോടെ ഹല്ലേലൂയ സ്നേഹിത എന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ വളരെ അല്ലെങ്കിൽ സ്നേഹമേ വളരെ പ്രാർത്ഥനയോടെ വേണം ആ വചനം വായിക്കുവാൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 26-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അവനോട്, സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കി, യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നവൻ.
ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം നടന്ന് പണസഞ്ചി കയ്യിലുണ്ടായതിന് കാര്യം വിചാരകൻ. ആമൻ. യേശുവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടവൻ, കേട്ടവൻ, യേശുവിനോട് കൂടെ നടന്ന് പഠിച്ചവൻ, യേശുവിന്റെ കൂടെ നടന്ന് ഭക്ഷിച്ചവൻ. അല്ലെങ്കിൽ 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ ഒറ്റുകൊടുക്കുക. ഹല്ലേലൂയ. ആ യേശുവിനെ ഒറ്റുകൊടുത്ത് ആമൻ വലിയ സ്വതന്ത്ര മഹാപുരോഹിതന്മാരയച്ച സേവകരെയും ആമൻ സംഘത്തെ എല്ലാം കൂട്ടിക്കൊണ്ട് ഗത്സമനെ കൊണ്ടുവന്ന് ഈസ്കര്യോത്ത യൂദ യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ യേശു അവനോട് ചോദിക്കുക, യേശുവിനോട് സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? അല്ലേ, നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വന്നവരെല്ലാം കൂടെ യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിനെ കൈവെക്കുക, യേശുവിനെ പിടിക്കുക. ഒന്ന് ഓർത്തു നോക്കി. യേശുവിനെ ഒറ്റുകൊടുത്ത ഈസ്കര്യോത്ത യൂദയെ പോലും യേശു സ്നേഹിതനെന്ന് വിളിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, നീ എത്ര വലിയ കൊടും പാപിയായിരുന്നാലും, ഹല്ലേലൂയ, ലോകം നിന്നെ വെറുത്താലും നിയമം നിന്നെ കൽത്തുറങ്കിൽ അടയ്ക്കാൻ തീരുമാനിച്ച് നിനക്കെതിരെ വിധി പുറപ്പെടുവിക്കുവാൻ ഇരിക്കുകയാണെങ്കിൽ പോലും ഈസ്കര്യോത്താവിനെ യേശു സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ അധികമായി എന്നേക്കാൾ ഉപരിയായി യേശു നിന്നെ സ്നേഹിത എന്ന് വിളിച്ച് നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, വേദനകളിൽ, നിന്റെ കണ്ണീരിനെ കാണുന്നവൻ നിന്നെ സ്നേഹിതനായി ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. തടവറയിൽ കേസ് വിധിക്കപ്പെട്ട് കഠിനതകൾ കിടക്കുന്നവൻ, ജീവപര്യന്തം കിടക്കുന്നവൻ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ലോകം നിയമങ്ങളിൽ നിന്നെ വെറുത്തെങ്കിൽ ഈ മരണക്കിടക്ക് ഈ അവസാന നിമിഷത്തെങ്കിലും യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്താൽ, യേശു നിന്റെ സ്നേഹിതനായി, പ്രാണസ്നേഹിതനായി നിനക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നവൻ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈസ്കര്യോത്താവിനെ പോലും യേശു സ്നേഹിത എന്ന് വിളിച്ചു. 3ാമത് ശിഷ്യന്മാരെ സ്നേഹിത എന്ന് വിളിച്ചു. 4ാമതായി മാർത്തയെയും മറിയയെയും സഹോദരനായി ലാസറിനെയും കർത്താവ് സ്നേഹിതന്മാർ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മാർത്തയും ശാലിയൊക്കെയാ പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 11ാം അധ്യായം അതിന്റെ 11ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറയണേ, അവൻ നമ്മുടെ സ്നേഹിതനായ ലാസറാണ്, അവൻ നിദ്ര കൊള്ളുക. കാരണം ലാസർ മരിച്ചുവെന്ന് യേശുവിനെ വിവരം അറിയിച്ചു. അല്ലെ, യേശു എന്നിട്ടും ആ സ്ഥലത്ത് 2 നാളിവിടെ പാർത്തെന്ന് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ശിഷ്യന്മാർ നിന്റെ സ്നേഹിതനെ ലാസർ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ യേശു പറയുകയാണ്, അല്ലെങ്കിൽ അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. ഹല്ലേലൂയ. കണ്ടോ ശിഷ്യന്മാരെ യേശു സ്നേഹിതൻ. അപ്പം മരിച്ച് നാറ്റം വെച്ച് അകപ്പെട്ടപ്പോ കല്ലറയ്ക്ക് ഉള്ളിലായി പോയവൻ, ഹല്ലേലൂയ, അവരെ പോലും അവന്റെ മരണനിദ്രയിൽ ഉണർത്തി എടുക്കുവാൻ യേശു ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ അതുപോലെ ഏതെങ്കിലും വളരെ പാപം നിറഞ്ഞ, ശാപം നിറഞ്ഞ, നാറ്റം വെച്ച അവസ്ഥയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? എന്നാൽ നിന്നെ സ്നേഹിത എന്ന് വിളിച്ച് നിന്നെ ചേർത്ത് പിടിക്കുവാൻ, മകനായി മകളായി നിന്നെ സ്വീകരിപ്പാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. മക്കറിയാൻ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ വീണ്, ശാപത്തിൽ വീണ്, രോഗത്തിൽ വീണ്, സമൂഹം വെറുത്തൊറ്റപ്പെട്ട് കുടുംബത്തിനകത്തും തള്ളി പുറത്താക്കി, കുടുംബത്തിനകത്ത് നിന്നെ ഇറക്കി പടിയടച്ച് പിണ്ടം വെച്ച് നിനക്ക് തരാനുള്ള സകല നന്മകളും തരാതെ നിന്നെ മാട്ടിപ്പായിച്ചവർ ഹല്ലേലൂയ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിന്റെ പാപം അവർക്ക് സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ നിന്നെ എല്ലായിടത്തും ഒഴിവാക്കി. ഹല്ലേലൂയ. അങ്ങനെ ജീവിതം നാറ്റം വെച്ച്, ജീവിതത്തിൽ ആർക്കും വേണ്ടാതെ ദുർഗന്ധം വധിച്ച് കടന്നപ്പോൾ നിന്നെ സ്നേഹിതനായി തെരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിനെ സൗരഭ്യമാക്കി മാറ്റിയെടുക്കുവാൻ യേശു ആഗ്രഹിക്കുക. അത് നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും യേശു നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. നീ മനസ്സ് വെച്ച് കൊടുത്താൽ, നീ ഹൃദയം ഒന്ന് കൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ ഏത് ദുർഗന്ധ അവസ്ഥയായിരുന്നാലും, ഹല്ലേലൂയ, ലാസറുള്ള ബന്ധത്തിൽ നമ്മൾ ഏത് നാറ്റം വെച്ച അവസ്ഥയായിരുന്നാലും നിന്നെ അതിൽ വിടുവിച്ച് കർത്താവിന് വേണ്ടി സൗരഭ്യമാക്കിയെടുക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ദൂതാണ്. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിന്നെ യേശുവിന്റെ സ്നേഹിതനാക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്നെ യേശുവിന്റെ സ്നേഹിതനാക്കുവാൻ
യേശുവിന്റെ സ്നേഹിതനായി കൂട്ടച്ചേർക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം അവൻ നിനക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അവൻ നിന്റെ പ്രാണ സ്നേഹിതനാണ്. ഹല്ലേലൂയ, രക്തജയം. യേശു നിന്റെ പ്രാണ സ്നേഹിതനാകട്ടോ. അപ്പൊ നമുക്കറിയാം യേശു ഇതുപോലെ നമ്മെ സ്നേഹിക്കൂ എന്നൊക്കെ ചോദിക്കും. അതേപോലെ യേശു നമ്മെ സ്നേഹിച്ചതിന്റെ സ്നേഹത്തിന്റെ ആഴം പറയുവാൻ കഴിയില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് സ്വാമി പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആർ വിടിവിക്കും, നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ. അങ്ങനെ പൗലോസ് ചോദിക്കുന്നതിലെ കാര്യങ്ങളുണ്ട്. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ അനുഗമിക്കുക തന്നെ ചെയ്യണം. രക്തജയം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി അവരോടൊപ്പം നീ യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ മനസ്സിലാക്കി നീ കടന്നു പോകുന്ന ജീവിത ദുഃഖ സാഹചര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കി, ഹല്ലേലൂയ, കർത്താവ് നിന്നെ നിറയ്ക്കുന്നവനാ, സ്നേഹം തന്ന് നിറയ്ക്കുന്നവനാ, സന്തോഷം തന്ന് നിറയ്ക്കുന്നവനാ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസവും സാക്ഷി കേട്ട ഒരു സഹോദരൻ, അവൻ വളരെ ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്, ജാതിയൊന്നും പറയുന്നില്ല, ഉയർന്ന ഒരു കുടുംബം, നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും. ആ സഹോദരൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് അവരുടെ ജാതി നോക്കി, മതം നോക്കി അവനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പടിയടച്ച് പിണ്ടം വെച്ചെന്നപ്പോ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ രണ്ട് കൈയോടുകൂടി ഒന്നുമില്ലാത്തവനായി വീട് വിട്ടിറങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മരിക്കണോ ജീവിക്കണോ, എവിടെ പോകും, എവിടെ അന്തി ഉറങ്ങും, തലചായിക്കും, ആര് സഹായിക്കും, ഭക്ഷണം തരും, വസ്ത്രം തരും എന്നൊക്കെ ഓർത്ത ആ മനുഷ്യൻ വളരെ ഭാരപ്പെട്ടു. പക്ഷേ പ്രാണജീവൻ തന്ന പ്രാണ സ്നേഹിതനായി തന്നെ സ്നേഹിച്ച യേശുവിനെ വെറുക്കുവാൻ കഴിയാത്തതുകൊണ്ട്, തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ തിരിച്ചു വീണ്ടും ആ ഭവനത്തിലേക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ആ സഹോദരൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം പല വണ്ടികൾ മാറി മാറി കയറി. ഹല്ലേലൂയ. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ചെന്ന് പലവിധമായ ജോലികൾ ചെയ്തു. അങ്ങനെ പലവിധമായ ഭാഷകൾ പഠിച്ച് താൻ ഉയർന്ന നിലയിൽ വന്നു. പിന്നത്തേതിൽ താൻ വിദേശ രാജ്യങ്ങളിൽ പോയി കോടിക്കണക്കിന് രൂപയുടെ മുതലുണ്ടാക്കി, സ്വത്തുണ്ടാക്കി. അദ്ദേഹത്തിന് നല്ല കുടുംബത്തെ, നല്ല സൗകര്യം കൊടുത്തു, നല്ല മക്കളെ കൊടുത്തു. ഹല്ലേലൂയ. പിന്നത്തേതിൽ അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കിടുന്ന ഒരു വലിയ സാക്ഷി ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി, വളരെ ആനന്ദമായി. അത് അങ്ങനെ എത്രയോ പേരെ പടിയടച്ച് വെള്ളം വെച്ച, ആമി വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച, തള്ളിയിറക്കിയ, സമൂഹത്തിൽ നിന്ന് ഓടിച്ച, മതത്തിൽ നിന്ന് ഓടിച്ചു വിട്ട എത്രയോ പേരാണ് യേശുക്രിസ്തുവിനെ സ്നേഹിതനായി സ്വീകരിച്ചത് കൊണ്ട് പിന്നത്തേതിൽ അവർ മാനിക്കപ്പെട്ടവർ. രക്തജയം. അത് യേശുവിനെ നീ പ്രാണ സ്നേഹിതനായി കൂട്ടിയാൽ ആമീൻ, നീ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രാണ സ്നേഹിതനായി ചേർക്കണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരായിരിക്കുന്നു, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം കർത്താവ് നിങ്ങളുടെ സ്നേഹിതനാണ്. കർത്താവ് നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അത് കാണുന്നുണ്ട്. അതാണ് സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശ്യവാക്യം 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവ സഹോദരനായിരിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, പ്രാണ സ്നേഹിതൻ. എന്നാൽ നിന്റെ അനർത്ഥകാലത്ത് അവൻ നിനക്ക് സഹോദരനായി മാറും. ഹല്ലേലൂയ. രക്തത്തെ ഒന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ ആ ദൈവവചനമൊക്കെ നേരിട്ടെടുത്ത് ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ ഒന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തിന് സ്തുതിച്ച് പ്രഭാതത്തിൽ 2 സ്തോത്രമൊക്കെ ഒന്ന് പറ. അല്ലെങ്കിൽ സ്നേഹിതൻ എല്ലാ കാലത്തും ആമീൻ സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ നിനക്ക് സഹോദരനായി വെളിപ്പെടും. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്കതൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അറിയ സ്നേഹിത. അല്ലെങ്കിൽ എല്ലാവരും കൈവിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, ജീവിതത്തിൽ എന്ത് ചെയ്യും, നിരാശപ്പെട്ട് എങ്ങോട്ട് പോകും, എവിടെ കിടക്കും, ആരെ ആശ്രയിക്കും, എന്താണ് മുന്നോട്ടുള്ള വഴിയെന്നൊക്കെ ഓർത്ത് ജീവിതത്തിൽ ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട് ഞാൻ. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയത്. ഹല്ലേലൂയ. ആമേ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനയൊക്കെ സ്വീകരിച്ച് ആദ്യമായി ആലുവ ഡൂലോസ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ കടന്നുപോയ വേദനയുടെ സങ്കടത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ചില സ്നേഹിതന്മാരെയൊക്കെ ദൈവം തന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതൻ. എന്നാൽ അനർത്ഥ സമയങ്ങളിൽ, സങ്കടവേളകളിൽ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചവരുണ്ട്.
മറന്നു പോകാൻ ഒരിക്കലും കഴിയില്ല. മറക്കാത്ത സ്നേഹമാ. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി എന്റെ അനർത്ഥ കാലഘട്ടത്തിൽ, എന്റെ സങ്കടവേളയിൽ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ യേശു എന്റെ കൂടെ ഇരുന്ന് എന്റെ പ്രാണ സ്നേഹിതനായി എന്നെ കൈവിട്ട് കളയാതെ എന്റെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ആശ്വാസം പകർന്ന് തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവന്റെ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ കഴിയും. കാരണം അനർത്ഥ കാലത്ത് സഹോദരനായി മാറി നിന്നെ രക്ഷിക്കുന്നവനെ യേശു. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. നിന്റെ എല്ലാ പ്രതികൂലത്തിൽ നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ സങ്കടങ്ങൾ, നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതുമാകട്ടെ, കടക്കടിയാണോ, സാമ്പത്തികമായ പരാജയമാണോ, ബിസിനസ്സിലെ തകർച്ചയാണോ, കൃഷിയിലെ തകർച്ചയാണോ, തലമുറ ഇല്ലാത്തതിന്റെ ഭാരമാണോ, വിവാഹം നടക്കാത്തതിന്റെ കാര്യമാണോ, ഒരു ഭവനമില്ലാത്തതാണോ, നീ രോഗിയാണോ, ഏത് പ്രശ്നത്തിലാണ് നീ ഭാരപ്പെടുന്നത്? നിന്നെ ജീവൻ തന്ന് സ്നേഹിച്ച നിന്റെ പ്രാണ സ്നേഹിതൻ അനർത്ഥകാലത്ത് അവൻ സഹോദരനായി എന്നോട് കൂടെ ഇരുന്ന നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോവുക. വിശ്വസിക്ക്. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശു പറഞ്ഞതുപോലെ നീ വിശ്വസിക്ക്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്ക്. രക്തം ചെയ്യും. അപ്പം കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കാത്ത നേരത്തിൽ പോലും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ കർത്താവിനെ തള്ളിക്കളഞ്ഞു ഉപേക്ഷിച്ച് കർത്താവിനെ വിട്ട് നടന്ന സമയങ്ങളിൽ പോലും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘമായ ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 വായിക്കുന്നത്. ഹല്ലേലൂയ. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യനെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:4 വായിക്കുന്നുണ്ട്. അത് ഇന്ന് പകലെന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. ഇവിടെ വചനം പറയുന്നത് വളരെ സ്നേഹിതന്മാരുള്ള വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന്റെ നാശം വരും. എന്നാൽ സ്നേഹിതനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. അതെന്റെ ജീവിതത്തിൽ യേശുവിനെ സ്നേഹിതനായി ചേർത്ത് നീ മുന്നോട്ട് പോകുന്ന നിന്റെ സങ്കടങ്ങളും മാറും. ഇന്ന് പകൽ ദൈവത്തിന് കേൾക്കുന്നവരെ സ്നേഹിത, എന്തെങ്കിലും ഭാരത്താൻ നീ മുന്നോട്ട് കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും പറയുന്നു, നിനക്ക് പറയാമോ എന്നോടൊപ്പം ചേർന്ന്, യേശുവേ അങ്ങന്റെ പ്രാണസ്നേഹിതനായി എന്നിലേക്ക് വരണമേ. അങ്ങാണ് ജീവൻ തന്ന് എന്നെ ഇത്രത്തോളം നിലനിർത്തിയത്. അങ്ങയ്ക്ക് മാത്രമേ എന്നെ അനാഥനായി വിടാതെ, ആമെ കൈവിട്ടുകൾ ഉപേക്ഷിച്ചു വിടാതെ എന്റെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ സന്നിധി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യം നിരാലും വൃത്തരസമയാചകർ ഓർമ്മയിൽ ഓട്ടഞ്ചുവിൽ തടവറയിലായിരിക്കുന്നവരെയും കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വരി ചെരുവിടെയും എല്ലാ ധനാഢ്യന്മാരെയും അവിടുത്തെ കരങ്ങൾ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, തീവ്രങ്ങളെയും രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. അല്ലെങ്കിൽ ഞങ്ങൾ കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്നവരെ, BSF, CRP അതിർത്തികൾ കാക്കുന്ന രക്ഷാസേനയെയും, കർത്താവി ക്രമസമാധാനവാല നിയമനിർമ്മാണ രഹസ്യ പോലീസ് വിവിധ വകുപ്പുകൾ, ഞങ്ങളുടെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ കർത്താവി കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുക യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസുകാർ, കർത്താവി സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന സമുദ്ര ആളുകൾ, കനികൾ, കമ്പനികൾ, ഫാക്ടറികൾ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധത്തിലായിരിക്കുന്നവരെ, കർത്താവി കടലോര വാസികളെ, തീരദേശവാസികളെ എല്ലാം ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും, എല്ലാ കർത്താവ് പൊതുമേഖല സ്ഥാപനങ്ങളെയും, എല്ലാ വ്യവസായ സംരംഭങ്ങളെയും, എല്ലാ തൊഴിലാം വഴിയോര കച്ചവടക്കാരെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ട്രേഡിംഗ് രംഗത്ത്, കർഷക രംഗത്ത്, മെക്കാനിക് മോട്ടോർ രംഗത്ത് ആമിനായിരിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെടുകയും നമ്മുടെ കാര്യങ്ങളിലേക്ക് മത, സാമൂഹ്യ, സംസ്കാര, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ, സയൻസ്, എഞ്ചിനീയറിംഗ്, കർത്താവ് ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, പൊതുമേഖല, ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലയിലുമായിരിക്കുന്നവർ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ക്ഷീരമേഖലയും കർഷക മേഖലയിലായിരിക്കുന്നവർക്കായി
ദേശത്തും വിദേശത്തും കടന്നു പഠിക്കുന്ന കുഞ്ഞ് ജോലി ചെയ്യുന്നവർ, വളരെ കാലത്ത് കഷ്ടം, സാലറി കിട്ടാം, നാട്ടിലേക്ക് വരാം, വിസ നഷ്ടപ്പെട്ടു, വിസയ്ക്ക് കാലാവധി കഴിഞ്ഞിട്ടും വിസ അടിച്ചു കിട്ടാൻ കടന്നു വരുന്നവർ, വിദേശത്ത് പോയി ഗ്രീൻ കാർഡ് കിട്ടാതെ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ദേശരാജ്യങ്ങളിൽ കടന്നുപോയി ഭവനത്തിൽ ജോലി സൗകര്യമാർ വളരെ പീഡയിലൂടെ കടന്നു പോകുന്നവർ, ചില്ലറയിലായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പ്രാണസ്നേഹിതനായ യേശുവിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വേല സ്നേഹിച്ച് ദേശത്തും വിദേശത്തും ഒക്കെ കടന്നുപോയി കർത്താവിന്റെ മഹത്വം പേര് വേല ചെയ്യും കഷ്ടതയുടെ പ്രയാസത്തിൽ കടന്നുപോകുന്ന ദൈവഭൃത്യന്മാരെ, ദൈവദാസിദാസന്മാരെ, തലമുറകളെ, കർത്താവിന്റെ വചനമുഖാൻ അനുഭവിക്കുന്നവരെ എല്ലാം കൂടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവി ഒരു വലിയ വിടുതൽ കൊടുത്ത് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവി ജീവിതത്തെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മദ്യത്തിനും മയക്കും വാനിനും അടിമപ്പെട്ട് കിടക്കുന്നവർക്ക് ദൈവം ഒരു വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കടങ്ങളാൽ ഭാരപ്പെട്ട് കർത്താവി ജീവിതം തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ വിട്ടിപ്പിക്കണമേ. മാനസികമായി തകർന്നവർ, മെന്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ആമിക്കത്താൻ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നവർ, ഹാർട്ട് പേഷ്യന്റെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതം നിരാശപ്പെട്ട് കിടക്കിലായിരിക്കുന്ന അനവധി ആളുകളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിടുതൽ സൗഖ്യം ആശ്വാസം കൊടുക്കണമേ. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.